ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി അഡാറ് ഫേസ് പാക്ക് പരിചയപ്പെട്ടാലോ? അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ സ്കിൻ പെട്ടെന്നൊരു ഗ്ലോ വരാനും ബ്രൈറ്റ്നപ്പ് ആക്കാനും എല്ലാം ഈ ഫേസ് പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കിച്ചണിൽ തന്നെ അത്യാവശ്യം ഉള്ള ഐറ്റംസാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിന്നൊരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ പൊടിച്ചതും വൈറ്റ് ഓട്സ് പൊടിച്ചതും പിന്നെ മുൾട്ടാണി മിട്ടിയും. അതിങ്ങനെ പാക്കറ്റിലാണ്, പാക്കറ്റ് തന്നെയാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്, കുപ്പിയിലോട്ടൊന്നും മാറ്റിയിട്ടില്ല. പിന്നെ അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ തൈരും പിന്നെ അതിലേക്ക് 2-3 ഡ്രോപ്പ് മാത്രം ഗ്ലിസറിൻ ഓയിലും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്യാം. അപ്പം കസ്തൂരി മഞ്ഞൾ 1 സ്പൂണും അതിലേക്ക് വൈറ്റ് ഓട്സ് പൊടിച്ചതും അതും ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ, ചെറിയ സ്പൂണിൻ്റെ അളവുകൾ മാറ്റം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. അതിലേക്ക് മുൾട്ടാണി മിട്ടിയും മിക്സ് ചെയ്യാം. ആവശ്യത്തിന് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഗ്ലിസറിൻ ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഞാൻ ഈ പാക്കൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് എൻ്റെ മോള് പറയും അവൾക്കും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് പറയാറുണ്ട്. പക്ഷേ കൊച്ചു കുട്ടിയൊക്കെയൊന്നും ഇപ്പോഴൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 10-18 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഈ ഫേസ് പാക്കുകളൊക്കെ ട്രൈ ചെയ്താൽ മതി. ഞാൻ അതിലേക്ക് ഞാൻ 2-3 തുള്ളി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾ അതനുസരിച്ച് മാത്രം എടുത്താൽ മതി. ഗ്ലിസറിൻ ഞാൻ അത്രയ്ക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ എടുത്ത് പറയുന്നത് ഒരുപാടായി പോകരുത്. നമ്മളിപ്പോൾ ഏത് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണെങ്കിലും ക്രീം ആണെങ്കിലും സോപ്പാണെങ്കിലും എല്ലാത്തിനും ഗ്ലിസറിൻ മിക്സ് ചെയ്തല്ലേ വരുന്നത്. ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടിയിരിക്കും. അത് 1 ദിവസമോ 2 ദിവസമോ നല്ല യൂസ് ചെയ്യാനുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് യൂസ് ചെയ്തതുകൊണ്ടാണ് ആ പഴയ ഒരു സ്കിൻ ടൈപ്പിൽ നിന്നും വളരെ വ്യത്യാസത്തിൽ ഈ ഒരു ഇതിലോട്ട് മാറിയത്. അപ്പം നമുക്ക് നോക്കാമല്ലേ. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അത് 1-2 ദിവസം ട്രൈ ചെയ്ത് നിർത്തിക്കളയല്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം എന്തൊക്കെയാണ് എടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ആദ്യം ഒന്ന് മുഖത്തോട്ട് അപ്ലൈ ചെയ്യട്ടെ. ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് അത്രയും വിശ്വാസം വരുള്ളൂ. അപ്പം നമ്മുടെ ഫേസിലിടുന്ന കാര്യം തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് മിക്സ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം നല്ല ഡ്രൈ ആവുന്ന ടൈമിന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതായിപ്പോകും. എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗം കണ്ടു ഇപ്പോഴും ചെറിയ രീതിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പം ഞാൻ മാക്സിമം അത് പോവാനായിട്ടാണ് ഇങ്ങനെ ആ ഒരു ഇതിൽ തന്നെ ചെയ്യുന്നത്. ഞാനിപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്ന് കുളിക്കാനൊക്കെ ഉള്ളൊരിതായതുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാനിതിലൂടെ ചെയ്തിട്ട് പിന്നെ എല്ലാം ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. മ്യൂസിക് വരുന്നത് മോള് പാട്ട് കേൾക്കുന്നതാണ്. കണ്ണിൽ വീഴാതെ നോക്കിക്കൊള്ളണം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കണ്ണിൻ്റെ ഈ ഭാഗത്തിടുന്നെങ്കിൽ ഒരു കാരണവശാലും അകത്ത് വീഴാതെ നോക്കുകയാണ്. വീണ ഒരു രക്ഷയില്ല. ഇച്ചിരി ഗ്ലിസറിനും കൂടെയൊക്കെ ചേർത്തിട്ടുള്ളതാണ്.
വെച്ച് ചെയ്യണമെന്നില്ല, നമ്മുടെ കൈ വെച്ച് തന്നെയാണ്. അത് പറയണം, അവൾക്കും കൂടി ഇട്ട് കൊടുക്കണമെന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ ഇട്ടിട്ടില്ല. ഉണ്ടല്ലോ, അപ്പം ഞാനിതെല്ലാം അത്യാവശ്യം എൻ്റെ ഫേസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഒരു 20 മിനിറ്റിന് ശേഷം ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് നമുക്കിതിൻ്റെ ഇത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പം അത്യാവശ്യം സാധനങ്ങൾ എന്ന് പറയാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളടുത്ത്. ഇതിന് വലിയ പൈസ ചിലവുള്ള കാര്യമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. സ്കിൻ ടോൺ പല ടൈപ്പിലുണ്ട്. എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കുകൾ മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്തായാലും നിങ്ങൾക്കും പറ്റും. എൻ്റെത് ഡ്രൈ സ്കിന്നാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞേക്കുന്നത്. സെൻസിറ്റീവ് സ്കിന്നായാലും ഓയിലി സ്കിന്നായാലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് കഴുകി കളഞ്ഞാൽ അല്ലേ, പിന്നെ ഇട്ടത് വെറുതെ ആയിപ്പോകത്തില്ലേ. ഹലോ, അപ്പം നമ്മൾ ഫേസ് പാക്ക് എല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫേസിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഐലൈനർ വരച്ചതിൻ്റെതാണ് ഇത്. എത്ര ഇതാക്കിയാലും പോകാൻ വലിയ പാടാണ് കേട്ടോ. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതിനുശേഷം എൻ്റെ ഇത് ഡ്രൈ സ്കിന്നായതുകൊണ്ട് ഞാൻ ഒരു ടോണർ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡയറക്റ്റ് ഫേസിൽ സ്പ്രേ ചെയ്യാൻ കയ്യിലൊഴിച്ചിട്ട് ഇതാക്കുകയും ചെയ്യാമേ. ഞാനിപ്പം ഒരു കയ്യിൽ ക്യാമറ പിടിച്ചേക്കുന്നുണ്ടാണ്. ഇതിനായിട്ട് എനിക്കിനി സ്റ്റാൻഡും കാര്യങ്ങളൊന്നും എടുത്ത് വയ്ക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാം ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ ആയില്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേട്ടാ. ടോണർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.